ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തിരുവോണമായിട്ട് ഞങ്ങൾ ഊട്ടിയിലോട്ട് പോവാണ് കേട്ടോ. ഊട്ടിയിലുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വ്ളോഗിൽ ഞാൻ ഇടണത്. അപ്പോൾ അത് രാവിലെ തന്നെ നല്ല വൈബോടെയാണ് ഞങ്ങൾ പോണത്. ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മൊത്തം ഇനി വരുന്ന വീഡിയോസിലോട്ട് പറയാം. രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഊട്ടി എത്തി. പിന്നെ അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഓണിയൻ റോസ്റ്റാണ് വാങ്ങി കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹെറിറ്റേജ് റോട്ടാണ്, കർണാടക ഹെറിറ്റേജ് റോട്ട്, അവിടെയാണ് പോയത്. ഒരാൾക്ക് എൻട്രി ഫീ വന്നിട്ട് 100 രൂപയാണ് കേട്ടോ. ഹെറിറ്റേജിൽ കൂടുതൽ വന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ബോട്ട് ഹൗസിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കുതിരയിലില്ലേ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വന്നിട്ട് 200 രൂപ എങ്ങാനാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബോട്ട് ഹൗസിലൊക്കെ പോയില്ല, കാരണം ഞാൻ എടുത്ത വീഡിയോസൊക്കെ പോയിട്ടോ ഡിലീറ്റായി പോയി. ലാർജ് ഫയൽസ് ഞാൻ അറിയാതെ ഡിലീറ്റ് കൊടുത്തു. എൻ്റെ വീഡിയോസ് രാവിലെ എടുത്ത വീഡിയോസൊക്കെ പോയി. ഇപ്പോൾ എടുക്കുന്ന വീഡിയോസ് മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യുക, കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. രാവിലെ തൊട്ട് ഭർത്താവ് നല്ല നല്ല വീഡിയോസ് ആയിരുന്നു. രാവിലെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. സമയം ഒരു ഏകദേശം 2 മണി ആയിട്ടുണ്ടാവും. കാരണം രാവിലെ കഴിച്ച് പിന്നെ വേറെ എവിടെയും കടയില്ല. പിന്നെ ബോട്ട് ഹൗസിൻ്റെ അടുത്ത് തന്നെ കയറി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ബോട്ട് ഹൗസിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അവിടെ മീൽസ് വന്നിട്ട് 100 രൂപയും ചിക്കൻ ബിരിയാണി വന്നിട്ട് 160 രൂപയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് ചോറാണ് കഴിച്ചത്, കാരണം വൈകുന്നേരം ചിക്കനും ബിരിയാണിയുമാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴും അത് കഴിക്കേണ്ട പറഞ്ഞിട്ട് ചോറ് കഴിച്ചു. പക്ഷെ അവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ, നല്ല ഫുഡായിരുന്നു. അതിൽ മീൻചാറ് മാത്രം തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു മീൻചാറ് കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി മൊത്തം വീഡിയോസ് എടുക്കണം, കാരണം ഇത് മറ്റേ വീഡിയോസ് മൊത്തം പോയതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. മതി ഇവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ല. മീൻചാറ് കഴിക്കുന്നത് ഫസ്റ്റ്. രസം എങ്ങനെയുണ്ട്? ഇവിടുത്തെ രസം വന്നിട്ട് നല്ല ബീറ്റ്റൂട്ട് ചാറ് പോലെ ഉണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? രസം എങ്ങനെയുണ്ടോ? ബാക്കിയല്ല, മീൻചാറ് തന്നെ നന്നായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ. അവിടെ ഉണ്ടല്ലോ ഒരു കോംപ്ലിമെന്റ് പായസം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടപ്രഥമൻ ഇല്ല, അധികം മധുരം ഇല്ലാണ്ട് ഒരു നോർമൽ അടപ്രഥമൻ ഉണ്ടായിരുന്നു. ഇത് എന്താ കഴിച്ചത്? ബിരിയാണി അല്ലേ? എങ്ങനെയുണ്ട്? വീഡിയോയിൽ വരെ പറയാൻ ഷൈ ആയിട്ടാണ്. ഇനി പിന്നെ പോകെ ശരിയാകും. ഇനി അടുത്ത ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് സെറ്റാവില്ലേ? ഇപ്പം വ്യൂ കണ്ടോ? ബോട്ട് ഹൗസിലോട്ട് പോകണമെന്ന് വെച്ചാൽ പൈസ വേണം. ഒരാൾക്ക് എത്രയാണെന്ന് അറിയില്ല. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രം തന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഗാർഡൻ എവിടേക്കാണ് പോകുന്നത്? ഇനി ചിലപ്പോൾ റൂമിലോട്ട് പോകും. എവിടേക്കാണെന്ന് അറിയില്ല കേട്ടോ. അവിടെ നോക്കും, മരൻ്റെ മേലെ നിറയെ വീടുകൾ. ഇപ്പം ചെറിയൊരു തണുപ്പൊക്കെ അറിയുന്നുണ്ട്. കുറച്ച് അപ്പോഴാണെന്നുണ്ട് വെച്ച് നല്ല ചൂടുണ്ടായിരുന്നു ഒരു ഉച്ച സമയത്ത്. ഇതിപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന് കഴിച്ച ഹോട്ടൽ കണ്ടോ? ഞങ്ങളിപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ എത്രത്തോളം വോയിസ് ഓവർ ചെയ്യുന്നത് വരുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും സംസാരിക്കുന്നത് വരുമെന്ന് അറിയില്ല. പിന്നിൽ സോങ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ റൂമിലോട്ട് പോകണം. റൂമിലോട്ട് പോയിട്ട് ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കണം.
കാരണം ചിലവ് ചുരുക്കാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ അല്ല ഇങ്ങനെ വരുള്ളൂ. ഇതും ഒരു എൻജോയ്മെന്റ് അല്ലേ, പോയിട്ട് ഫുഡ് ഉണ്ടാക്കണതും. ഇനിയിപ്പോൾ എത്രയാണ്, കുറച്ച് തന്നെ ഉള്ളൂ തോന്നുന്നു ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട്. എനിക്ക് അറിയില്ല. ഇവിടെയൊക്കെ നല്ല ഷോപ്പുണ്ട്. റേറ്റ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഓരോന്നിനും നല്ല റേറ്റ് ഉണ്ട്. അതില്ലേ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ആ വഴി തന്നെ ഇല്ല, ഒരു 3 പ്രാവശ്യം റൗണ്ട് അടിച്ചു, 2 പ്രാവശ്യം റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വന്ന വഴിയിൽ തന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മേപ്പ് എന്തോ മിസ്റ്റേക്ക് എന്നാണ് പറയണത്. ഇവൻ ഇത് തന്നെയാണല്ലോ അവിടെ പോയിട്ട് ചെയ്തത്. 28 വർഷമായി എങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളിത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് 300 മീറ്റർ നടക്കാനുണ്ട്. കാരണം ഞങ്ങൾ ഒരു റൗണ്ട് അടിച്ചു. ഞങ്ങൾ രാവിലെ വന്ന വഴി തന്നെ ഒരിക്കൽ കൂടെ പോയി. മാപ്പ് നോക്കി പോയത് കൊണ്ടാണ് തോന്നുന്നു ആ മിസ്റ്റേക്ക്. പിന്നെ വരുമ്പോൾ കുറച്ച് ആൾക്കാരടുത്ത് ചോദിച്ചു. അങ്ങനെ എന്താ ബൊട്ടാണിക്കൽ ഗാർഡൻ പാർക്കിൽ പോവാ. തണുക്കുന്നുണ്ട്, അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പില്ല, നല്ല തണുപ്പ് പറയാനില്ല. കാരണം നമ്മൾ സ്വട്ടറുണ്ട്, അത് ബാഗിലാണ്. ഇനി നെയ്റ്റ് ആവശ്യമുണ്ടെങ്കിലോ നാളെ രാവിലെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിവിടെ സ്റ്റേ അല്ലേ, നല്ല തണുപ്പുണ്ടോന്നും അറിയില്ല. നോക്ക് എന്ത് ഭംഗിയാണെന്ന് അവിടെ കാണാൻ. ഇവിടെ എന്താ ചായക്കടൊന്നും ഉണ്ടാവില്ലോ. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ അവിടെ. ഒരു ഓൺ വെക്കേഷൻ തോന്നുന്നുണ്ട്. ഒരു ഊട്ടിക്ക് വന്ന വൈകിട്ട് ഇപ്പോഴാണ് കേട്ടോ ഉള്ളത്. കാരണം ഇപ്പോഴാണ് നല്ല തണുപ്പുള്ളത്. കാരണം എത്ര നേരം വണ്ടിയിലിരുന്നു കൊണ്ടാ തോന്നുന്നു ചൂടെടുക്കുമായിരുന്നു. ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു. ഇപ്പൊ ശരിക്കും തണുക്കലുണ്ട്. ചായ കുടിക്കണമെന്ന് ഇവര് പറയുന്നുണ്ട്. എനിക്ക് ചായ വേണ്ട. ഇവിടെ കുറെ കുട്ടികൾ ചൂട് സമയ്ക്കലാംന്നാ. ഇവിടെ വന്നിട്ട് ഒരു ക്യാരറ്റ് കഴിച്ചില്ല. എന്നിട്ട് ചെന്നത് മുള്ളങ്കി ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്. ഒന്ന് മതി ക്യാരറ്റ്, ഒന്ന് അത് മതി. അത് വില ചെറുതായിട്ട് പിത്തം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒന്നെടുത്തു. ഇതിന് 50 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഞങ്ങളിതേ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 50 രൂപയാണ്. ഇത് പക്ഷേ ബോട്ട് ഹൗസിൽ വന്നിട്ട് 2 എണ്ണം 50 രൂപയായിരുന്നു. ഇത് 50 രൂപ. ഇത്തിരിയും കൂടെ അഫോർഡബിൾ റേറ്റ് കുറവ് വന്നിട്ട് ബോട്ട് ഹൗസിലോട്ടാണ് കേട്ടോ. നീ ഇങ്ങനെ പിടിക്കട്ടോ, ഇത് പൊട്ടിച്ച് വീഡിയോ ഓൺ ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല അവർക്ക്. അങ്ങനെ ചെറിയൊരു ചർച്ചയ്ക്ക് പോയിട്ട് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് കയറുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല. കുറേ പ്രാവശ്യം കയറിയിട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ 100 രൂപയോ ഒരാൾക്ക് 100ഓ? എന്റെ അടുത്ത് പറയണ്ടേ? ഞാൻ 50 രൂപയാണ് വിചാരിച്ചിട്ടുണ്ടാവും. പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടേ. എനിക്കറിയില്ലല്ലോ, നീ അത് പറയണ്ടേ? ശരി, കുഴപ്പമില്ല. ആ കണ്ടിട്ടില്ല. എന്നാലും ഒരു ടിക്കറ്റിന് വന്നിട്ട് 100 രൂപ. അവിടെ നോക്കും, മരത്തിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് ചിന്തിക്കല്ല. എനിക്ക് അറിയില്ലായിരുന്നു ഒരു ടിക്കറ്റ് 100 രൂപ എന്ന് പറഞ്ഞു. സംഭവം ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയറിയിട്ടുണ്ടാവില്ല കേട്ടോ. ബാത്റൂമിന്റെ അവിടെയൊക്കെ നല്ല പൂക്കളൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടില്ലേ. ഇല്ല, എനിക്ക് പോണ്ട. താൻ പോണ്ടോ? ശരി, താൻ പോയിട്ടോ. വാ, അവിടെ ഒരു കുട്ടി മങ്കി കണ്ടോ. ഇവൻ എനിക്ക് വേണ്ടി തേങ്ങ കൊണ്ട് തരും എന്നാണ് പറയണത്. അല്ലേ? ഞങ്ങൾ ആദ്യം ജാപ്പനീസ് ഗാർഡൻ പറഞ്ഞിട്ട് പോയിട്ടോ. അവിടെയാണെന്ന് വെച്ചാൽ നോ എൻട്രി ഇല്ല. വെറുതെ ഇവിടെ നിന്ന് നോ എൻട്രി നിട്ടാൽ മതി. ഇനിയിപ്പോൾ പോണത്
ഈ ഫേൺ ഹൗസിലോട്ടാണ് പോണത്. എങ്ങനെയുണ്ട് നോക്കാം. അടുത്ത ഫ്ലവർ ഇവിടെ കുഴപ്പമില്ല അല്ലേ. ഇതിനുള്ളിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുഴയോരങ്ങളിലൊക്കെ കിട്ടുന്ന ചെടി പോലത്തെ അതിൻ്റെ കുറേ ടൈപ്സാ തോന്നുന്നുണ്ട്. അതെ, ഇത് അതേ തന്നെയാണ്. ഇത് വഴിയോരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് ഗ്ലാസ് ഹൗസിലോട്ടാണ് പോണത്. അവിടെ എന്തുണ്ടാവും അറിയില്ല. അതെ, ഗ്ലാസ് ഹൗസിലോട്ടാണ്. താൻ എക്സൈറ്റഡ് ആണോ ഗ്ലാസ് ഹൗസിലോട്ട് പോകാൻ? കാരണം കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല കേട്ടോ. അവരവിടെ ഓൾറെഡി നിറയെ പ്രാവശ്യം വന്നിട്ടുണ്ട്. പോണത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത അവർ വന്നിട്ടില്ല. എനിക്ക് എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു. ഇവര് ഒരു പ്രാവശ്യം തന്നെ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ വന്നതാണ്. ഗ്ലാസ് ഹൗസിൽ എന്താ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അറിയില്ല. നമുക്കൊന്ന് നോക്കാം. പക്ഷെ ഇവിടെ ചെടികളും, പക്ഷെ നമ്മളന്ന് രാവിലത്തെ അവിടെ കണ്ടത്ര ചെടികൾ ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും അത്യാവശ്യമുണ്ട്. പക്ഷെ അത്രയ്ക്കില്ല. കാണിച്ചു തരാം ഈ ടൈപ്പ് ഓഫ് ചെടികളൊന്നും എന്തത് ഇവിടെ ഇതെന്ത് വെള്ളക്കളർ ചെടി പൊടിയുള്ളത്. ശരിക്കും ചെടി തന്നെ ഇങ്ങനെ തന്നെയാണ്. റോസ ചെടി തന്നെ കുറേ ടൈപ്പ് ഓഫ് റോസ് ചെടികളുണ്ട്. റോസ് ചെടി അല്ല കേട്ടോ. അത് കാണുമ്പോൾ റോസ് ചെടിയാണെന്ന് വിചാരിച്ചു. പക്ഷെ റോസ് ചെടിയല്ല. അങ്ങനെ ആ ഗാർഡനിലോ എന്തോ അങ്ങനെ ഗാർഡനിലൊക്കെ പോയി പൂക്കൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോണത് ഇനിയിപ്പോൾ അറിയില്ല. ഇങ്ങനെ പോവുക. അവിടെ ഇനി പൂക്കളായിരിക്കുമെന്ന് അറിയില്ല. ഇവിടെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് ഇവര്. നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും തരം വെറൈറ്റി പൂക്കൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവിടെ കാണാൻ നല്ല ഭംഗിയില്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. പക്ഷേ ഇല്ലേ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നീലക്കുറിഞ്ഞി പൂട്ടതൊക്കെ പോകുന്നുണ്ട്. അവിടെ നീല കളർ പൂവാണ്. അത് വീഡിയോയിൽ നേരെ കാണുന്നില്ല. പക്ഷെ എനിക്കിത് എത്രത്തോളം ഞാൻ കാണുന്ന ഒരു ഭംഗി ഇതിലോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ കാണുന്നതും വീഡിയോയിൽ കാണുന്നതും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതേ അവിടെ കണ്ടു ഇന്ത്യ മാപ്പ്. അപ്പം നമ്മുടെ കേരളം എവിടെയാണ്? കേരളം ഇതിൽ നമ്മുടെ കേരളം ഇതുവരെ വന്നിട്ട് കേരളം കാണാണ്ട് പോയാൽ ശരിയല്ലല്ലോ. കണ്ടോ കേരളം, കൂടെ ശ്രീലങ്ക, അവിടെ ആൻഡോമാൻ നിക്കോബാർ ദ്വീപാണ് കേട്ടോ. അതൊക്കെ സെറ്റ് സൂപ്പറായിട്ടുണ്ട് ഇത് കാണാൻ. ഫുള്ള് അത്യാവശ്യം ഇവിടെ തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്ക് പറയാൻ കാരണം ഇതിന്റെ പുറത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാ പോണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നോ. കാരണം ഇവിടെ എല്ലാം കറങ്ങാനുള്ളതൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നത് ഇല്ലേ? പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമ്മളവിടെ കറങ്ങാനുള്ളതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ പുറത്ത് പോകാമെന്നാണ് തോന്നുന്നത്. അല്ലടാ അവിടെ എന്തോ ഒരു വ്യൂ ഉണ്ട്. ഇറ്റാലിയൻ ഗാർഡൻ അവിടെ പോണം. യാ ഓഫ് കോഴ്സ്. ഞങ്ങളിപ്പോൾ ഇറ്റാലിയൻ ഗാർഡനിലോട്ട് പോകണം കേട്ടോ. അതിൽ നിറയെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചെണ്ടുമല്ലി കണ്ടോ, വെറൈറ്റി ചെണ്ടുമല്ലി. ഇത് ഇറ്റാലിയൻ ഗാർഡൻ പറഞ്ഞിട്ട് വലുതായിട്ട് ഇവിടെ ഒന്നുമില്ല കേട്ടോ. വെറുതെയാണ്. ഇതിനേക്കാൾ നല്ലത് ആ ഗാർഡനിലോട്ട് തന്നെ പോയാൽ മതിയായിരുന്നു. കയറി വന്നത് കൊണ്ടാണ് എനിക്ക് ഒരു പ്രശ്നം. ഈ പൂ നല്ല സെറ്റായിട്ടുണ്ട് ശരിക്കും.
ഇറ്റാലിയൻ ഗാർഡനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വെറുതെ എന്തിനാ അങ്ങനെ കിട്ടിയിരിക്കണേ എന്നാണ് അറിയാത്തത്. സൈക്കിൾ ഓടിക്കുന്ന പോലെ ചെടി വളർത്തിയിരിക്കുന്നു. നമ്മളിതിന് ടച്ച് ചെയ്താൽ 500 രൂപ ഫൈനി. വെറുതെ ടച്ച് ചെയ്യാനൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ ഉള്ളിൽ കപ്പ്സ് ആണെന്ന് വെച്ചാൽ നമ്മളെന്തിനാ പോകണം. വാ, അത് ഇവിടെ ഒന്നുമില്ല, വലുതായിട്ടൊന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം. പിന്നെ ഇതാ ഈ മാതിരിയുള്ള ടൈപ്പ് ചെടികളൊക്കെ കാണാം. അങ്ങനെ തന്നെ ഇതിനിപ്പോൾ വലുതായിട്ടൊന്നുമില്ല. എന്തോ ഭാഗ്യത്തിന് മഴയില്ല. ഞങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ പാറ്റിലുണ്ടായിരുന്നു. വലിയ മഴ വരുമെന്ന് വിചാരിച്ചു. വലിയ മഴയൊന്നുമില്ല. കൂടെ വന്നവരൊക്കെ പോയിട്ടുണ്ടാവും തോന്നുന്നു. ഇനിയിപ്പോൾ ഞങ്ങളും പോകണം. ഇനി നേരെ റൂമിലോട്ടാണ് ഇനി പോണത്. ഇനി പോകുമ്പോൾ തന്നെ ചിക്കൻ എടുത്തിട്ട് പോകണം. അരി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ബിരിയാണി കുക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇവിടെ വലുതായിട്ട് കറങ്ങാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ മരങ്ങൾ, ഹാരി പോട്ടറിൽ വരുന്ന മരങ്ങൾ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ അവരിത് ഇതാ ഈ പൂക്കളൊക്കെ കണ്ടോ, അതൊക്കെ തന്നെ. ഇല്ലാണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയില്ല അവിടുത്തെ പൂക്കൾ. അതെ, ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ്, ചായ, കാപ്പി, പിന്നെ അത് അവിടെ കുറച്ച് ചെടികൾ, പിന്നെ എന്താ അത് എന്തിനൊക്കെയോ നിൽക്കുന്നതെന്ന് അറിയുന്നില്ല. ചായക്കായിരിക്കുമെന്ന് വിചാരിക്കണം. പിന്നെ ടാറ്റു അടിക്കണത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഒരു ചെടിയും വാങ്ങണില്ല അല്ലേ. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ടീ പറഞ്ഞിട്ടുണ്ട്. ഷുഗർ ഇട്ട് അളക്കണ്ടേ? ബ്ലാക്ക് ടീ അല്ലേ? അല്ല, ഗ്രീൻ ടീ ആണത്. ഇതന്നെയാണോ? ബ്ലാക്ക് ടീ മാറി തന്നെ നിനക്കാണ്. അതിൽ പാല് മാത്രമല്ല. ടിപ്പ് ടീ, അത് നമ്മളടുത്ത് ടിപ്പ് ചെയ്യണം. ഇത് ബ്ലാക്ക് ടീ ആണോ? ആയിരിക്കും. അവര് പോയി ബ്ലാക്ക് ടീ ഇവിടെ വേറെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അത് മറ്റേ ടിപ്പ് ചെയ്തിട്ട് കഴിക്കാണ്. ഇവിടെയാണെന്ന് വെച്ചാൽ ചായ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെയല്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറൊന്നും ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ടിക്കേഷൻ നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. സംഭവം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇതിൽ തിരക്കുണ്ട് കേട്ടോ. അത് നമ്മൾ വാങ്ങിയ ചായയിൽ വന്നിട്ട് ടിക്കേഷൻ കുറച്ച് കുറവായിരുന്നു, മധുരം കുറച്ച് കുറവായിരുന്നു. അവർ പാല് മാത്രം തരും, നമ്മൾ തന്നെ ബാക്കിയെല്ലാം മിക്സ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കട മാത്രം തന്നെ ഉള്ളൂ തോന്നുന്നു ചായക്കായിട്ട്. അതുകൊണ്ടാണ് നല്ല തിരക്ക്. ഇവിടെ ബ്രെഡ് ഓംപ്ലേറ്റ്, അങ്ങനെയുള്ള മാഗി എല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ തീരുകയാണ്. കാരണം എൻ്റെ ഫോണിലാണെന്ന് എൻ്റെ വെച്ച് ചാർജ് ഇല്ല. ഒരു 6% തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിടുകയാണ്. ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഇനി റൂമിലോട്ട് പോവുകയാണ്. ഇനി പോയിട്ട് പിള്ളേരെല്ലാം ഒന്ന് തപ്പിപ്പിടിക്കണം. ഇനിയിപ്പോൾ റൂമിലോട്ട് പോയിട്ട് ഇനി സ്വിച്ച് ഓഫ് ആയാലും ഫോണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലേ ഭർത്താവേ? ഇനി നമ്മൾ എവിടേക്കാണ് പോണത്? നാളെയാണ് നാളെ വൈകിട്ടായിരിക്കും ഇവിടെ നിന്ന് പോവാം. വൈകിട്ടുള്ള ഒരു ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഊട്ടി വിടുന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാരോട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. എന്തൊരു തിരക്കുണ്ടെന്ന് പറഞ്ഞോ. എന്താ അത്? ഇത് മരത്തിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മരത്തിലുണ്ടാക്കിയതാണേ. കാരണം നമ്മളത് വാങ്ങണമൊന്നുമില്ല. കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ട് ഈ 2 ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ആഗ്രഹം വാങ്ങണം പറഞ്ഞിട്ട് അങ്ങനെ ഇത് 2 വാങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് കാണാം. വീഡിയോ ഞാനെടുക്കും. ഞങ്ങളൊരു ഏകദേശം 7:30-8 മണിക്കായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കണമെങ്കിൽ, എന്നിട്ട് വേണം കിടക്കണം.
അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചലിലാണ് എല്ലാവരും. എൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ എടുക്കണ്ടെന്ന് അപ്പൂച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മൈൻഡ് ആക്കാണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, മുകളിൽ 2 ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, പിന്നെ താഴെ വന്നിട്ട് 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ. 10,000 15,000 അങ്ങനെ എന്തോണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, അഫോർഡബിൾ തന്നെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇത് ഞങ്ങളിവിടെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്, ബിരിയാണി ചിക്കനും വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരേ പണിയാണ്. ഈ ഉള്ളിയൊക്കെ ഞാനാണ് കേട്ടോ തൊലിച്ചത്. അതിന് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഡോറ് കഴിഞ്ഞ് അവിടെ കുക്ക് ചെയ്യണം. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചീത്ത കിട്ടും. കണ്ടോ, അങ്ങനെ ഇതൊന്നിടില്ല, ഞാനിട്ടോ തന്നെ. ഇത് കണ്ടോ, പക്ഷെ തൊലിക്കുന്നത് വെളുത്തുള്ളി എരിയുണ്ടാ പറഞ്ഞിട്ട് നോക്ക്. ഞങ്ങളുടെ ഫ്രീക്കൻ, ഈ ഗ്യാങ്ങിലെ ഫ്രീക്കൻ സുബി മാത്രമാണ്. കണ്ട സ്പെക്സ് ഒക്കെ ഇട്ടിട്ട് രാത്രി ഓ മൈ ഗോഡ്. ഇവിടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ലാസ്റ്റ് ഫൈനൽ എങ്ങനെയുണ്ട് നോക്കും. കുഴപ്പമില്ല, സെറ്റ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കി ഈ ഒരു ലെവൽ എത്തിച്ചു. വാവായിട്ടില്ല എന്തായാലും. ചിക്കനിലും ബിരിയാണി ഇട്ടാ, അല്ല അതിലും ബിരിയാണി ഇട്ടാ. അങ്ങനെ ഞങ്ങളൊരു തട്ടിമുട്ടി ബിരിയാണിയും ചിക്കൻ കറിയും വെച്ചിട്ടായിരുന്നു കേട്ടോ. ചിക്കൻ എന്തോ വേകാത്ത പോലൊരു ഫീല്, കാരണം അവിടുത്തെ ക്ലൈമറ്റിന് അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ലേറ്റ് ആയിട്ട് ബിരിയാണി കഥ ഇപ്പൊ തീരുന്നു തോന്നുന്നില്ല. സംഭവം ഇവിടെ ഒരാൾ കണ്ടോ, സംഭവം ഇത് റെഡി ആവോ? സമയം ഇപ്പൊ തന്നെ സമയം 10:30 ഇതെപ്പത്തിടും. വരും, എല്ലാം വരും. സെൻസർ ഒന്നും ചെയ്യില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവും. അരി വന്നിട്ടുണ്ട്, ബിരിയാണി ആയിട്ടുണ്ട്. അയ്യോ, ഏകദേശം ഞങ്ങളുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ அது நீ பாத்துக்கோ, நீ பெப்பர் போட்டா தான் அடிக்க இருக்குமா? நான் இங்க பார்த்தா இருமா நான் இறக்கறதா இருமா. ഇവിടെ നീ എന്തിനാ പാത്രം വെച്ച് നിക്കണപ്പോ? എന്നിട്ട് ഉപ്പ് നോക്കാൻ വേണ്ടിട്ടാണ്, വെന്തോ വെന്തില്ലയോ പറഞ്ഞിട്ട്. പക്ഷെ അത് 2 ജസ്റ്റ് ഉപ്പ് നോക്കാം, മസാല കൂട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട്. അതിന് കുറച്ച് ചോറും അല്ലേ. സമയം 10:30. ഞങ്ങൾ ഇനി കഴിച്ച് കിടന്ന് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫുഡ് ലേറ്റ് ആയതുകൊണ്ടാണ്. എടാ എങ്ങനെയുണ്ട്? ഇവരെല്ലാരും കഴിക്കുന്നുണ്ട്. അവിടെ കുറച്ച് അജി അജിക ആദ്യമായിട്ടുണ്ടെന്ന് സംസാരിക്കും. കണ്ട വാ പോയിട്ടില്ലേ വെച്ചത്. ശരിയോ, നാളെ കിടക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ സമയം 11 മണിയായി. ഞങ്ങൾ 4 പേരും ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഈ നാളെ സെക്കൻഡ് പാർട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതുകൊണ്ട്
ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം. അന്ന് ഞങ്ങൾ പോയി കിടക്കട്ടെ.